നമസ്കാരം, എവർക്കും എല്ലാമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ കാലാവസ്ഥ, മണ്ണിനങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇന്ത്യയുടെ സ്ഥാനം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. അക്ഷാംശ സ്ഥാനമാണ് പറയുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ് രേഖാംശ സ്ഥാനം. 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ്സ് കിഴക്ക് വരെ. അത് രണ്ടും പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്, രേഖാംശ സ്ഥാനവും അക്ഷാംശ സ്ഥാനവും. പിന്നെ SCERT പറയുന്ന ഒരു പോയിന്റാണ് ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെക്കുറിച്ച്. അതായത് ഹിമാലയത്തിലേക്ക് യാത്ര നടത്തിയ ഒരാളുടെ ഒരു ജസ്റ്റ് കുറിപ്പ് പോലെ പറയുന്നുണ്ട്. ദേവഭൂമിയിലൂടെ എന്നുള്ളൊരു കൃതിയിൽ MK രാമചന്ദ്രൻ എഴുതിയ ഒരു കുറച്ച് പോയിന്റ്സ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഹിമാലയത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദേവഭൂമിയിലൂടെ എന്നുള്ള കൃതി ആരുടെയെന്ന് ചോദിച്ചാൽ MK രാമചന്ദ്രൻ്റെയാണ്. MK രാമചന്ദ്രൻ്റെ. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഉപദ്വീപ്? നമുക്കറിയാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വിഭാഗമാണ് അല്ലേ ഇന്ത്യൻ ഉപദ്വീപ്. അതിനെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. 3 വശവും സമുദ്രമാണെങ്കിൽ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തെക്ക് ഭാഗം സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കാണുന്നതിനാലാണ് ഇന്ത്യൻ എന്ത് പറയുന്നത്? ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് കണ്ടോ? ഈ 2 ഭാഗവും എന്താണ്? രണ്ടല്ല, തെക്ക് ഭാഗം മുഴുവനും എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമുക്ക് പ്രധാനമായിട്ടും 5 ആയിട്ടാണ് തിരിക്കാവുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ, അങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ്. ഉത്തരപർവ്വത മേഖല കാണിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു പടം നോക്കിക്കേ. എങ്ങനെയാണ്? ഇന്ത്യയുടെ മാത്രം പറയുവാണെങ്കിൽ കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ തെക്കല്ല കിഴക്കൻ അതിർത്തി വരെ ഒരു മതിൽ പോലെ കാണപ്പെടുന്ന പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യൻ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ കാണപ്പെടുന്നു. അതിനകത്ത് ഏറ്റവും മേളിൽ കൊടുത്തേക്കെന്ന് നോക്കിയാൽ കുറച്ച് പർവ്വതങ്ങളുടെ പേര് കൊടുത്തേക്കുന്നുണ്ടോ? ഹിന്ദുകുഷ്, പാമീർ, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാറക്കോറം തുടങ്ങിയ പർവ്വതനിരകളൊക്കെ ഏറ്റവും മേളിലായിട്ട് കാണിച്ചേക്കുന്നുണ്ടോ? അതിനകത്ത് പാമീർ ചോദിച്ചിട്ടുണ്ട്. പാമീർ പീഠഭൂമി അറിയപ്പെടുന്ന പേരാണ് ലോകത്തിൻ്റെ മേൽക്കൂര. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. അത് മധ്യ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പല പല ദിശകളിലേക്ക് തിരിഞ്ഞു പോകുന്ന പർവ്വതങ്ങളാണ്. പിന്നെ ഏതൊക്കെ? ഹിന്ദുകുഷ്, സുലൈമാന്, ടിയാൻഷാൻ, കുൻലുൻ, കാറക്കോറം തുടങ്ങിയ പർവ്വതനിരകൾ ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും പല പല ഭാഗങ്ങളായിട്ട് പിരിഞ്ഞു പോകുന്നതാണ്. കണ്ടോ? ഈ കാറക്കോറം എന്ന് പറയുന്നത് കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായിട്ടാണ് എന്ത് ടിബറ്റിലെ കൈലാസ് പർവ്വതങ്ങൾ കാണപ്പെടുന്നത്. കണ്ടോ? താഴേക്ക് വന്നിരിക്കുന്നുണ്ട്. കൈലാസ് ടിബറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഉത്തരപർവ്വത മേഖലയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഉത്തരപർവ്വത മേഖലയെ തന്നെ പിന്നെയും ഡിവൈഡ് ചെയ്യാം. അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. നമുക്ക് ഓരോന്നിനെ പറ്റിയും പഠിക്കണം. ട്രാൻസ് ഹിമാലയത്തിനകത്ത് 3 ഡിവിഷനുണ്ട്, ഹിമാലയത്തിലും 3 ഡിവിഷനുണ്ട്, കിഴക്കൻ മലനിരകളിലും എന്തുണ്ട്? കുറച്ചധികം പോയിന്റ്സ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എന്താ? ട്രാൻസ് ഹിമാലയം. ഈ ട്രാൻസ് ഹിമാലയത്തിൽ ആരൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞേ? കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 പർവ്വതങ്ങൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 6000 മീറ്ററാണ്. 6000 മീറ്ററാണ് ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം. ഇവിടെ ഏതൊക്കെ പർവ്വതങ്ങളാണുള്ളത്? കാറക്കോറം, ലഡാക്ക്, സസ്കർ. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലേ? അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ കാറക്കോറം മലനിരകളാണ്. ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോറം മലനിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉയരം ചോദിച്ചിട്ടുണ്ട്. 8661 മീറ്ററാണ് ഉയരം. അത് സ്ഥിതി ചെയ്യുന്നത് ഈ കാറക്കോറം മലനിരകളാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന് മുഴുവൻ ഉയരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6000 മീറ്ററാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹിമാലയത്തിനെ പറ്റിയാണ്.
ഹിമാലയത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2400 കിലോമീറ്ററാണ് ഹിമാലയത്തിൻ്റെ നീളം. ഈ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലായിട്ട് വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് എന്ത് ചെയ്യുന്നത്, ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശ നീളം 2400 കിലോമീറ്ററാണ് നീളം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിഴക്കോട്ട് പോകും തോറും ഇതിൻ്റെ ഉയരം എങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട്, അതായത് നമ്മുടെ അരുണാചൽ പ്രദേശിലേക്കൊക്കെ പോകും തോറും ഇതിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. കാശ്മീരിൻ്റെയൊക്കെ ആ ഭാഗത്ത് 400 കിലോമീറ്റർ ഒക്കെ ഉണ്ട് വീതി. പക്ഷെ നമ്മുടെ അരുണാചൽ പ്രദേശ് ആ കിഴക്കോട്ട് പോകും തോറും 150 കിലോമീറ്റർ വരെ ആയിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ വീതി കുറഞ്ഞു വരുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഹിമാലയത്തിൻ്റെ വിസ്തൃതി ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹിമാലയത്തിൻ്റെ നമുക്ക് വെച്ചാൽ മൗണ്ട് എവറസ്റ്റ് അല്ലേ, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയ പർവ്വതത്തിലാണ്, നേപ്പാളിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഹിമാലയത്തിനെ തന്നെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതേതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതാണ് കാണിച്ചിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഓരോന്നും നോക്കാം. ഹിമാദ്രിയുടെ പ്രത്യേകത എന്താണ്? ഈ 3 ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഉയരം ഓർത്തിരിക്കണം, 6000 മീറ്ററാണ് ഹിമാദ്രിയുടെ ഉയരം. നദികൾ ഗംഗ, യമുന അങ്ങനെയുള്ള നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഈ ഹിമാദ്രിയിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ കൊടുമുടികൾ, പ്രധാനപ്പെട്ട കാഞ്ചൻജംഗ, നന്ദാദേവി അങ്ങനെയുള്ള കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയതാണ്, 6000 മീറ്ററാണ് ഉയരം. നദികൾ ഉത്ഭവിക്കുന്നുണ്ട്, ഗംഗ, യമുനയൊക്കെ. അതുപോലെ തന്നെ കൊടുമുടികളായ കാഞ്ചൻജംഗ, നന്ദാദേവിയൊക്കെ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ്. ഇനി അടുത്തതാണ് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ എന്നറിയപ്പെടുന്നത്. ഹിമാചലിൻ്റെ ഉയരം 3000 മീറ്ററാണ്. 3000. ഇനി ഹിമാചലിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സുഖവാസ കേന്ദ്രങ്ങളാണ്. അതായത് ഷിംല, ഡാർജിലിംഗ് അങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പം ഹിമാചലിലാണ്. ഹിമാചൽ. ഇനി അടുത്തതാണ് സിവാലിക്. ഈ ഹിമാചലിന് തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സിവാലിക് എന്ന് പറയുന്നത്. സിവാലിക്കിൻ്റെ ഉയരം ഏകദേശം 1220 മീറ്ററാണ്. ഇവിടെ എന്താണ്? ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ നദികൾ ഈ പർവ്വതത്തിലെത്തുമ്പോൾ ഈ പർവ്വതം മുറിച്ച് കടന്ന് ഒഴുകുന്നത് കൊണ്ട് പലയിടങ്ങളിലായിട്ട് ഇതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിവാലിക്കിൻ്റെ ഒരു പ്രത്യേകത അറിയപ്പെടുന്നത് എന്താണ്? ഡൂൺസ് എന്ന് പറയുന്ന താഴ്വരകൾ. ഇവിടെ കൂടുതലും വിസ്തൃതമേറിയ താഴ്വരകളാണ്. ആ താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ് ഡൂൺസ്. എക്സാമ്പിൾ ഡെറാഡൂൺ. അതെവിടെയാണ്? സിവാലിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓർത്തിരി. ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഹിമാചൽ എന്ന് പറയുമ്പോൾ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണപ്പെടുന്നത്. സിവാലിക് എന്ന് പറയുമ്പോൾ താഴ്വരകളാണ്, ഡൂൺസ് എന്നറിയപ്പെടുന്ന താഴ്വരകളാണ് പെടുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. നീളം ഓർത്തിരിക്കണം, വീതി കുറഞ്ഞു പോകുന്നുള്ള കാര്യം ഓർത്തിരിക്കണം, പിന്നെ വിസ്തൃതി എത്രയാണെന്ന് ഓർത്തിരിക്കണം. ആ 3 ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതിലെ പ്രധാന ചുരങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഈ പർവ്വതത്തിൽ ഉത്തരപർവ്വത മേഖലയിൽ പർവ്വതനിരകൾ മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നത് മലയിടുക്കുകളാണ്. സ്വാഭാവിക മലയിടുക്കുകളാണ്. അതിനറിയപ്പെടുന്ന പേരാണ് ചുരങ്ങൾ അല്ലെങ്കിൽ പാസ് എന്നറിയപ്പെടുന്നത്. ചുരങ്ങൾ അല്ലെങ്കിൽ പാസ്. അതേതൊക്കെയാണെന്ന് നോക്കിയും. ഒന്നാമതാണ് ലിബുലേഖ് ചുരം. ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ഷിപ്കിലയാണെങ്കിൽ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില എന്നറിയപ്പെടുന്നത്. സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില എന്ന് പറയുന്നത്. അടുത്ത നാദുല. അത് കുറേ വട്ടം ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സിക്കിം ടിബറ്റിനെ യോജിപ്പിക്കുന്നതാണ് നാദുല. അപ്പോൾ ഷിപ്കില, സോജില, നാദുല, ലിബുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ ടിബറ്റ് ആണെങ്കിൽ ഷിപ്കില, ശ്രീനഗർ കാർഗിൽ ആണെങ്കിൽ സോജില, സിക്കിം ടിബറ്റ് ആണെങ്കിൽ നാദുല. ആ 4 ഓർത്തിരിക്കുക കേട്ടോ. ഇതല്ലാണ്ട് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തതാണ് കിഴക്കൻ മലനിരകൾ അല്ലേ. നമ്മൾ പറഞ്ഞു 3 ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഈ കിഴക്കൻ മലനിരകളിൽ വരുന്നത് ഒന്നാമത്തെ പട്കായി കുന്നുകൾ.
പട്കായി കുന്നുകൾ അരുണാചൽ പ്രദേശിലാണ്. നാഗാ കുന്നുകൾ നാഗാലാൻഡിലാണ്. പിന്നെ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ അത് മേഘാലയയിലാണ്. ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. പിന്നെ മീസോ കുന്നുകൾ മിസോറാമിലാണ്. ഇവിടെ പ്രധാനമായിട്ടും കുന്നുകളാണ്, മലനിരകളാണ്. പട്കായി, നാഗാക്കുന്ന്, ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. പിന്നെ എന്താണ് മീസോ കുന്നുകൾ. ഇതൊക്കെ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിലാണ്. ഇവയുടെ ഒരു ഉയരം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 500 മുതൽ 300 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഈ കിഴക്കൻ മലനിരകൾ. ഇവ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ. പൂർവാചൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഈ കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ് കിഴക്കൻ മലനിരകൾ തന്നെയാണ് പൂർവാചൽ എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി എവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന മഴക്കാട് എന്ന് വെച്ചാൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പർവ്വതം ആയതുകൊണ്ട് പർവ്വത മണ്ണാണെന്നും കൂടി ഓർത്തിരിക്കുക. ഈ ഉത്തരപർവ്വത മേഖലയിൽ ഉടനീളം കാണപ്പെടുന്ന ഏതാണ്? പർവ്വത മണ്ണാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ജീവിതം എങ്ങനെയാണെന്നുള്ളത്. മൃഗപരിപാലനമാണ് പ്രധാന ജീവിതമാർഗം. എന്നുവെച്ചാൽ നമുക്കറിയാം പുൽമേടുകളൊക്കെ അല്ലേ ഉള്ളു, അതുകൊണ്ട് മൃഗപരിപാലനമാണ്. പിന്നെ അല്ലാണ്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് കൂടാണ്ട് ചെമ്മരിയാടിനെ വളർത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൃഷി എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് അങ്ങനത്തതും. പിന്നെ പഴങ്ങളാണെങ്കിൽ ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷിയുണ്ട്. പിന്നെ തേയില ഏറ്റവും കൂടുതൽ കൃഷി. നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ആസാം മലനിരകൾ. അതൊക്കെയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ജീവിത രീതികൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കുക, ഈ ഉത്തരപർവ്വത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിനോദസഞ്ചാരികളുടെ പറുദീസ. എന്താണ്? വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. കാരണം അവിടെ നമ്മൾ പറഞ്ഞു സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി അങ്ങനെയുള്ളതൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. അതുകൊണ്ട് അറിയപ്പെടുന്നത് എന്താണ്? വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ എന്തുകൊണ്ടാണ് ഈ ഉത്തരപർവ്വത മേഖല നമ്മൾ ഇത്രയും പ്രാധാന്യമായിട്ട് പറയുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തത്, പുരാതന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് നമ്മളൊരു പരിധിവരെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ശൈത്യകാലത്ത് വടക്ക് നിന്നും വരുന്ന ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് കടത്തി വിടാതെ ചെറുത്തു നിൽക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള സസ്യജന്തുകാലങ്ങളൊക്കെ ഉടലെടുക്കുന്നതിനും ഈ ഒരു സവിശേഷത സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം എന്താണ്? നദികളുടെ ഉത്ഭവം അല്ലേ? ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. അപ്പം അതൊക്കെയാണ് പ്രധാനമായിട്ടും ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖലയെ പറ്റി പറഞ്ഞത്. എന്തൊക്കെയാണ്? 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ 3 ഡിവിഷനുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പിന്നെ കിഴക്കൻ മലനിരകൾക്കകത്ത് വരുന്ന കുന്നുകളാണ് പട്കായി കുന്ന്, നാഗാ കുന്ന്, ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. പിന്നെ ഏതാണ്? മീസോ കുന്നുകൾ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തരപർവ്വത മേഖല കഴിഞ്ഞു, ഇനി അടുത്ത് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിന് പടം കാണിച്ചിരിക്കുന്നുണ്ടോ? ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. എത്രയാണ്? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹിമാലയത്തിന്റെ നമ്മൾ ഹിമാലയത്തിലെ രൂപീകരണത്തിനെ പറ്റി പറയുവാണെങ്കിൽ തെക്കൻ പർവ്വതങ്ങൾ സമാന്തരമായിട്ട് 2000 മീറ്ററിലധികം താഴ്ചയുള്ള ഗർത്തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപം കൊണ്ട് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. എന്നാൽ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ നമ്മൾ പഠിക്കുകയും ആ ഹിമാലയൻ നദികൾ ഒഴുകിക്കൊണ്ട് വരുന്ന ഒഴുകിക്കൊണ്ട് വരുന്തോറും ഈ ഒരു സമതല പ്രദേശത്ത് എത്തുമ്പോൾ നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപപ്പെട്ടത്. അതിന്റെ വിസ്തൃതി നമ്മൾ പറഞ്ഞു 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എക്കൽ സമൃദ്ധമായ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്.
പിന്നെ മറ്റൊരു പേര് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഹിമാലയ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര. അവ കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായത് കൊണ്ട് ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതിൽ തന്നെ നമുക്കറിയാം സിന്ധു ഗംഗ ബ്രഹ്മപുത്രയുടെ അവസാദങ്ങളാന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിന്ധുവിന്റെ പോഷക നദികളും കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായതാണ് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം എങ്ങനെയാണ്? സിന്ധുവിന്റെ പോഷക നദികളും കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച. അതുപോലെ രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം അതെങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ലൂണി, സരസ്വതി തുടങ്ങിയ നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടായതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം. അടുത്തത് ഗംഗാ സമതലം. എങ്ങനെയായിരിക്കും? ഗംഗയുടെ പോഷക നദികളും കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടായതാണ് ഗംഗാ സമതലം. ഇനി അടുത്തതാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളും കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടായിരിക്കുന്നവയാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ഇനി എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്കൽ മണ്ണ് കൂടുതലുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ധാരാളം കൃഷി ചെയ്യുന്നുണ്ടാകും അല്ലെ. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് വെച്ചാൽ ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ളതാണ് പ്രധാന വിളകൾ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുംതോറും മഴ വളരെ കുറവാണ്. നമ്മുടെ രാജസ്ഥാന്റെയൊക്കെ ഭാഗത്തേക്ക് വരുംതോറും മഴ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രദേശം അറിയപ്പെടുന്നതാണ്, അവിടെ മരുഭൂമിയാണ് അല്ലെ, അതിനറിയപ്പെടുന്നതാണ് ധാർ എന്നറിയപ്പെടുന്നത്. ധാർ മരുഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാമീർ ഈ മരുഭൂമിയിലാണ്, ഈ ധാർ മരുഭൂമിയിലാന്ന് ഓർത്തിരിക്കുക. ഇവിടുത്തെ പ്രധാന നദി എന്ന് പറയുന്നത് ലൂണി നദിയാണ്. പിന്നെ പണ്ടുണ്ടായിരുന്നെന്ന് അറിയപ്പെടുന്ന സരസ്വതി നദിയും ഈ സമതലത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ബജ്ര ജോവറൊക്കെയാണ്. രാജസ്ഥാനിലെ കൃഷി ബജ്ര ജോവറൊക്കെയാണ്. അല്ലാതെ വെള്ളം കുറവാണല്ലോ, അതുകൊണ്ട്. അല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, നെല്ല്, ഗോതമ്പ് അങ്ങനത്തെയൊക്കെയുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരമഹാസമതലമാണ്. എക്കൽ മണ്ണാണ് അവിടുത്തെ. 4 തരത്തിലുള്ള സമതലം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏതൊക്കെ നദികളാണ് കൊണ്ടുവരുന്നതെന്ന് ഓർത്തിരിക്കുക. എത്ര വിസ്തൃതിയുണ്ട്? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി അല്ലെ. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പടം കണ്ടോ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും, പിന്നെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അവയുടെ മുഴുവൻ വരുന്നില്ല, അവയിലെ ചില പ്രദേശങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ അവയിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായതും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായതും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് എത്ര പീഠഭൂമി ഉണ്ടെന്നുണ്ടോ? ഇവിടെ കണ്ടേ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉണ്ട്. പിന്നെ ഇപ്പുറത്താണ് മാൾവ പീഠഭൂമി. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡെക്കാൻ പീഠഭൂമി. 3 പീഠഭൂമികളാണ്: മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. ഈ മാൾവ പീഠഭൂമിയുടെ മുകളിലോട്ട് കാണപ്പെടുന്നതാണ് എന്ത്? ആര്യവല്ലി പർവ്വതനിര ഈ മാൾവ പീഠഭൂമിയുടെ ഭാഗത്തായിട്ട്, പാരാദ്വീപിന്റെയൊക്കെ അടുത്ത്. ഛോട്ടാ നാഗ്പൂർ ഇപ്പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് കിഴക്കൻ സമതലത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു സ്ഥലമാണ് എന്ത്? പൂർവ്വഘട്ടം, മറ്റേ സ്ഥലമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് എന്ത്? ഡെക്കാൻ പീഠഭൂമി. ഇത് ട്രയാങ്കിൾ പോലെ കാണപ്പെടുന്നതാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞ പർവ്വതങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, താഴ്വരകളൊക്കെയുണ്ട്. ഇവിടെയാണ് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി അല്ലെ,
2695 മീറ്റർ ഉയരമുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ അല്ലേ ആണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിനെ പറ്റി മറ്റൊരു കാര്യം അറിയുന്നത് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. എന്താണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇത് പ്രധാനമായിട്ട് സസ്യജാലം എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. മണ്ണിനം എന്ന് പറയുന്നത് കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട്. പിന്നെ ചെമ്മണ്ണും ഉണ്ട്. കറുത്ത മണ്ണും ചെമ്മണ്ണുമാണ് പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. നമുക്കറിയാം, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു പ്രധാന ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ എന്തുണ്ട്? കറുത്ത മണ്ണാണ് കാണപ്പെടുന്നത്. ഏറ്റവും പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തിമണ്ണെന്നും അറിയപ്പെടുന്നു. കറുത്ത പരുത്തിമണ്ണും. ഇതിന് ഫലഭൂഷ്ടി വളരെ കുറവാണ്. പക്ഷെ എന്താണ്? ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്? ചുവപ്പ് നിറം നൽകുന്നത്. ഓക്കെ. അപ്പൊ ചെമ്മണ്ണിനെ പറ്റി കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട്. ചെമ്മണ്ണിനും ഫലഭൂഷ്ടി കുറവാണെങ്കിലും ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് എന്ത് കാണപ്പെടുന്നു? ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് മൺസൂണിന്റെ മഴയും പിന്നെ ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്നത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലാറ്ററൈറ്റ് മണ്ണും രൂപപ്പെടുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 3 മണ്ണുകൾ കാണപ്പെടുന്നുണ്ട്: കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ചെമ്മണ്ണിനെ പറ്റി പറയുവാണെങ്കിൽ ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് ചുവപ്പ് നിറം നൽകുന്നത്. ലാറ്ററൈറ്റിന്റെ പ്രത്യേകത എന്താണ്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി വരുന്നത് കൊണ്ട് അനുഭവപ്പെടുന്ന മണ്ണാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് വേറൊരു ടോപ്പിക്കിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്, ഉപദ്വീപീയ ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കൃഷികൾ നമ്മൾ പറഞ്ഞു: പരുത്തി, പയർവർഗ്ഗങ്ങൾ, പിന്നെ വ്യവസായമുണ്ട്. ഇരുമ്പയിര്, ബോക്സൈറ്റ് വ്യവസായങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യവസായങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു തീരപ്രദേശവും ദ്വീപുകളും അല്ലേ. അതിൽ ആദ്യം തീരപ്രദേശത്തെ പറ്റി നോക്കാം. തീരപ്രദേശത്തിന് നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം: പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലം ഏതായിട്ട് വരുന്നത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ളതാണ് പടിഞ്ഞാറൻ തീരസമതലം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ. അത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. വീതി താരതമ്യേന കുറഞ്ഞ വീതി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. 2അല്ല 3ആയിട്ട്. അതായത് ഗുജറാത്ത് തീരസമതലമെന്നും കൊങ്കൺ തീരസമതലമെന്നും മലബാർ തീരസമതലമെന്നും 3ആയിട്ട് തിരിക്കാം. ആരെ? പടിഞ്ഞാറൻ തീരസമതലത്തിന്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മലബാർ. പിന്നുള്ളത് കൊങ്കൺ, പിന്നുള്ളത് ഗുജറാത്ത്. മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരസമതലം. അങ്ങനെ 3ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കായലുകളും അഴിമുഖങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. വീതി താരതമ്യേന കുറവാണ്. 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. പിന്നെ പ്രധാനമായിട്ടും കാണുന്നത് കായലുകളും അഴിമുഖങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് കിഴക്കൻ തീരം. കിഴക്കൻ തീരം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തല്ലേ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഇത് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. നല്ല അത്യാവശ്യം വീതിയുണ്ട്. വീതി കൂടിയ സ്ഥലമാണ്. അതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? കൊറോമാണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാസ് തീരസമതലമെന്നും. എന്തൊക്കെയാണ്? കൊറോമാണ്ടൽ തീരവും വടക്കൻ സിർക്കാസ്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞു കായലും അഴിമുഖങ്ങളാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ്? ഡെൽറ്റയാണ് രൂപീകരിക്കുന്നത്. കിഴക്കൻ തീരസമതലത്തെ പ്രത്യേകത എന്താണ്? ഡെൽറ്റകളാണ് രൂപീകരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം തീരസമതലമായിട്ട് മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിലെന്ന് പറയുന്നത്. പിന്നെ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതകളുണ്ട്. പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ല്, തെങ്ങ്, അങ്ങനെയൊക്കെയാണ് ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാന കാർഷികങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കിഴക്കൻ തീരസമതലത്താകുമ്പോൾ എന്തുണ്ട്? നമ്മുടെ കിഴക്കൻ നദികൾ, അതായത് കാവേരി, കൃഷ്ണ, ഗോദാവരി, അവയൊക്കെ ആ നദീതടങ്ങളായതുകൊണ്ട് നെല്ല് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ തീരസമതലത്താണ്. ഇത് പഠിക്കണം, സെപ്പറേറ്റ് പഠിക്കണം. കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക. സ്ഥലങ്ങൾ ഉൾപ്പെടുന്നത് പഠിക്കണം, ചോദിക്കാറുള്ളതാണ്.
ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ്വീപുകളാണ് അല്ലെ. അവസാനത്തെ ദ്വീപുകൾ ഏതൊക്കെയാണ്? 2 ദ്വീപുകളാണുള്ളത്. അറബിക്കടലിലുള്ള ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപും. അതായത് നമുക്ക് ലക്ഷദ്വീപിൽ പ്രധാനമായിട്ടും 36 ദ്വീപുകളാണ് ഉള്ളത്. പക്ഷേ എല്ലാത്തിലൊന്നും ജനവാസമില്ല. ഇവയിലാകെ 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസം ഉള്ളൂ. പിന്നെ ഈ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കവരത്തിയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 11 ദ്വീപുകൾ മാത്രമേ ജനവാസം ഉള്ളൂ, ബാക്കിയൊന്നും ജനവാസം ഇല്ലാത്തതാണ്. ആകെ എത്രയുണ്ട്? 36 ദ്വീപുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ പ്രധാനമായിട്ടും ലഗൂണുകളും അതുപോലെ തന്നെ പവിഴപ്പുറ്റുകളൊക്കെയാണ് ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ജീവിതം പ്രധാനമായിട്ടും സമുദ്രത്തെ ആശ്രയിച്ച് തന്നെയാണ്. മത്സ്യബന്ധനം അതുപോലെ വിനോദസഞ്ചാരമൊക്കെയാണ് ഇവയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പം ലഗൂണുകളും പവിഴപ്പുറ്റുകളൊക്കെയാണ് ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അല്ലേ. ഇവിടെ എത്രയെന്ന് വെച്ചാൽ 200ഓളം ദ്വീപുകളുണ്ട്. പക്ഷെ വെറും ഈ ആൻഡമാനിലാണ് 200 ദ്വീപുകളും നിക്കോബാറിൽ എത്രയുണ്ട്? 19 ദ്വീപുകളും ഉണ്ട്. ഓക്കെ, 219 ടോട്ടല്. അതിൽ ആൻഡമാനിൽ 200 ദ്വീപുകളും 19 ദ്വീപുകൾ നിക്കോബാറിലും ഉണ്ട്. അങ്ങനെയാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. ഇവിടെ മിക്ക ദ്വീപുകളിലും ജനവാസമില്ല. പിന്നെ അവിടെ എന്തായിരിക്കും? നിബിഡ വനങ്ങളാണ്. ജനവാസമില്ലാത്ത നിബിഡ വനങ്ങളാണ് കൂടുതലും. പിന്നെ PSC അതിനു മുമ്പ് ചോദിച്ചിരിക്കുന്നതാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ബാരൻ ദ്വീപിലാണ്. ഇതിന്റെ പ്രധാന അഗ്നിപർവ്വതമായിട്ടുള്ള ഏക അഗ്നിപർവ്വതമാണ് ഈ സമൂഹത്തിലെ ബാരൻ ദ്വീപിലുള്ളത്. പിന്നെ ഈ ആൻഡമാൻ നിക്കോബാറിന്റെ ആസ്ഥാനം എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം. പോർട്ട് ബ്ലെയർ ആണ്. പിന്നെ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേയറ്റമാണ് ഇന്ദിരാ പോയിന്റ്. അത് തന്നെയാണ് ഇന്ത്യയുടെ തെക്കേയറ്റമായി കരുതപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേയറ്റമായ ഇന്ദിരാ പോയിന്റ് നിക്കോബാറിലാണ്. അതുപോലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ. ആകെ 219 ദ്വീപുകളുണ്ട്. അതിൽ 200 ദ്വീപ് ആൻഡമാനിലും 19 നിക്കോബാറിലുമാണ്. ജനവാസം എല്ലാത്തിലൊന്നും ഇല്ല. കൂടുതലും നിബിഡ വനങ്ങളാണ്. അപ്പം അത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഒരു വിഭാഗം എല്ലാ ഡിവിഷനും കഴിഞ്ഞു. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ തീരപ്രദേശം പറഞ്ഞു. ഇപ്പം എന്തായി? ദ്വീപുകളും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഡിവിഷൻ പറഞ്ഞത്. നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രധാനമുള്ള ഡിവിഷൻസ് അത് പഠിക്കണം. പ്രധാനമായിട്ടും ഇപ്പോഴും ചോദിക്കുന്നതാണ്. SCERT ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും കളയാണ്ട് പഠിക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് കാലാവസ്ഥേനെ പറ്റി. ഇന്നത്തെ ഒരു പോയിന്റ് വിട്ടുപോയല്ലോ. പവിഴദ്വീപുകൾ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന കാര്യം അതാണ് പടം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാൻ മതി. ഉഷ്ണമേഖലയിലെ സമുദ്രത്തിൽ കാണപ്പെടുന്ന കോറൽ പോളിക്കൾ എന്നാൽ ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രവം അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. അതിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. പവിഴപ്പുറ്റുകളുടെ പടമാണ് കാണിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ ഉണ്ട്? ലക്ഷദ്വീപിലും ഉണ്ട്. ആൻഡമാനിലെ ചില ദ്വീപുകളിലും പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ കാലാവസ്ഥ അല്ലേ. ഇന്ത്യൻ കാലാവസ്ഥനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ? എല്ലായിടത്തും ഒരുപോലെയാണോ കാലാവസ്ഥ? അല്ലേ, പല സ്ഥലത്തും പല രീതിയിലാണ്. അപ്പം എന്തൊക്കെയാണ് കാലാവസ്ഥനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എന്തൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്? ഋതുക്കൾ ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഋതുക്കളെ 4ആയിട്ട് തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂണ്, വടക്ക് കിഴക്കൻ മൺസൂണ്. ശൈത്യകാലം എപ്പോഴേക്കാണ്? നമുക്കറിയാം അല്ലെ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ശൈത്യകാലം എന്നറിയപ്പെടുന്നത്. അതായത് സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്? ശൈത്യകാലം അനുഭവപ്പെടുന്നത്. പ്രധാനം മഞ്ഞുവീഴ്ചയും പിന്നെ കനത്ത മൂടൽമഞ്ഞൊക്കെയാണ് ഈ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശൈത്യകാലം ആകുമ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന
ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. അത് ഉത്തരമേഖല, ഉത്തര സമതല പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഒന്നാമത്തെ തണുപ്പാണ്, അതിൻ്റെ കൂട്ടത്തിൽ ശൈത്യകാല മഴയാണ്. അതുകൊണ്ടാണ് അത് അറിയപ്പെടുന്നത് എന്ത്? പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്നത്. ഇതിന് അതുപോലെ തന്നെ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തുന്നതിൽ ഒരു ജെറ്റ് പ്രവാഹങ്ങൾക്കും പ്രധാന പങ്കുണ്ട്. അതും കൂടി ഓർത്തിരിക്കുക. ജെറ്റ് പ്രവാഹം എന്ന് വെച്ചാൽ എന്താ? ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള ശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അതും ഈ പശ്ചിമ അസ്വസ്ഥതയ്ക്ക് ഒരു കാരണമാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത പറയാൻ കാരണം ഇതാണ്. ഒന്നാമത് ശൈത്യമാണ്, അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ശൈത്യകാല മഴ പഞ്ചാബിലാണ് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ അത് അറിയപ്പെടുന്നത് എന്താണ്? പശ്ചിമ അസ്വസ്ഥത. അതും ഈ ശൈത്യകാലത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്തത് എന്താണ്? ഉഷ്ണകാലം. ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഉഷ്ണകാലം എന്നറിയപ്പെടുന്നത്. ഈ തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിലാണ് എന്ത്? ഊഷ്മാവ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ സൂര്യൻ്റെ ഏത് കാലത്താവും? സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഈ ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് രാജസ്ഥാനിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ. പഠിക്കണം കേട്ടോ. രാജസ്ഥാനിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമറാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം. അതുപോലെ തന്നെ ഈ സമയത്ത് വീശുന്ന കാറ്റ്, ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റാണ് ലൂ, അതുപോലെ തന്നെ മാംഗോ ഷവർ, അങ്ങനെയൊക്കെ ഉള്ളത്. വേറെ ഒരെണ്ണമാണ് കാൽബൈശാഖി. അത് കാറ്റല്ല, അതൊരു മഴയാണ്. അതായത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്നറിയപ്പെടുന്നത്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന കാറ്റുകളാണ് ഏതൊക്കെ? ലൂവ്, അതുപോലെ തന്നെ മാംഗോ ഷവർ, അങ്ങനെയൊക്കെ പ്രാദേശിക വാദങ്ങളാണ്. മഴയാണ് കാൽബൈശാഖി. കാൽബൈശാഖി പ്രധാനമായിട്ടും പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന, ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന മഴയാണ് കാൽബൈശാഖി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. ഇനി അടുത്തത് ഇത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ വീഴ്ചുന്ന ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കേട്ടോ. ഇന്ത്യയിലെ മഴക്കാലത്തിന് കാരണമാകുന്ന കാലമാണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഈ കാറ്റുകളാണ്. ഓക്കെ, മൺസൂൺ കാറ്റുകളാണ്. അപ്പോൾ ഈ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ എന്തറിയപ്പെടുന്നു? ന്യൂനമർദ്ദം രൂപക്കൊള്ളുന്നു. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ തെക്ക് നിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. കോറിയോലിസ് പ്രഭാവം കാരണം ഈ കാറ്റുകളുടെ സഞ്ചാരദിശ എന്ത് ചെയ്യുന്നു? വലത്തോട്ട് തിരിയുന്നു. അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. മനസ്സിലായോ? എന്താ പറഞ്ഞ്? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ന്യൂനമർദ്ദം രൂപക്കൊള്ളുന്നു. ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ഉയർന്ന മർദ്ദം കാരണം എന്ത് ചെയ്യുന്നു? തെക്ക് നിന്നും വടക്കോട്ട്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റായിട്ട് വീശാൻ തുടങ്ങുന്നു. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചാണ് കോറിയോലിസ് പ്രഭാവം. കോറിയോലിസ് പ്രഭാവം കാരണം ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? സഞ്ചാരദിശ വലതോട് തിരിയുന്നത് കൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റായിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. ഇത് എപ്പോഴേക്കും നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മഴ ലഭിക്കുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ആ മാസങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇതൊക്കെയാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഈ മാസങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. നോക്കിയേ, ഇനി അടുത്തതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അതിൻ്റെ മറ്റൊരു പേരാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് എന്താണ്? സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി സൂര്യൻ എന്ത് ചെയ്യുന്നു? ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പാലായനം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദം ആയതുകൊണ്ട് ഈ വടക്ക് ഭാഗത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. കാറ്റെപ്പോഴും മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തിലേക്കായിരിക്കുമല്ലോ. അപ്പം ഈ ഉത്തര സമതല മേഖലകളിൽ കനത്ത മർദ്ദം കാരണം മർദ്ദം കുറവുള്ള വടക്കോട്ട്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഈ സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലാണ്. ഈ ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന
ചൂട്, അസഹനീയമായ ചൂട്, അതിനെ അറിയപ്പെടുന്ന ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നു. ഒക്ടോബർ ചൂട്, അതായത് ഉയർന്ന ഊഷ്മാവും ആർദ്രതയും കാരണം പകൽ സമയം ദുസ്സഹമാകുന്നു. ആ ഒരു പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട്. അപ്പോൾ ഒക്ടോബർ ചൂട് അനുഭവപ്പെടുന്നത് ഈ ഒരു സമയത്താണ്, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്താണെന്ന് ഓർത്തിരിക്കുക. പിന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഈ ഒരു സമയത്താണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാരണമാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, മഴ ലഭിക്കുന്നത്. അതൊന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സസ്യങ്ങളെ പറ്റിയാണ്, സസ്യജാലങ്ങളാണ്. നോക്കിയേ, ഒന്നാമത്തെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അവിടെ പ്രത്യേകത എന്താണ്? വാർഷിക പാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ എവിടേക്കാണ്? പശ്ചിമഘട്ടവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ. മൃഗങ്ങളൊക്കെ സിംഹവാലം, കുരങ്ങും, പാമ്പുകൾ, ഷഡ്പദങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോസ് എന്നറിയപ്പെടുന്ന ചിത്രശലഭം ഇവിടെയാണ് കാണപ്പെടുന്നത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമഘട്ടത്തിലും. ഓക്കെ. ഇനി അടുത്തതാണ് ഇലപൊഴിയും കാടുകൾ. ഇലപൊഴിയും നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ഇന്ത്യൻ ഉപദ്വീപില് കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൽ കാണപ്പെടുന്നതാണിത് ഇലപൊഴിയും കാടുകൾ. അടുത്തതാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. അത് രാജസ്ഥാനിൻ മരുഭൂമിയിലും അതുപോലെ തന്നെ ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ കുറവാണ് അല്ലെ. അപ്പൊ അവിടെ കാണപ്പെടുന്നതാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. വരണ്ട മേഖലകളിൽ അവിടെയുള്ള ജന്തുക്കൾ, ഒട്ടകം, കഴുകൻ, പരുന്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ കാണപ്പെടുന്നത്. പിന്നെ കണ്ടൽക്കാട് എന്ന് വെച്ചാൽ ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ എന്നറിയപ്പെടുന്നത്. അത് നദീമുഖങ്ങളും സമുദ്രതീരങ്ങളിലുമൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അത് ഇന്ത്യയിൽ കാണപ്പെടുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളിന്റെ തീരത്താണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന പശ്ചിമ ബംഗാൾ ആ ഒരു പ്രദേശത്താണ് എന്ത് കാണപ്പെടുന്നത്? കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും മരുഭൂമി പ്രദേശത്താണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്, പർവ്വത വനങ്ങൾ. പർവ്വത വനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ട് എന്തായിരിക്കും? ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും പിന്നെ അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളുമാണ് പർവ്വത വനം എന്ന് പറയുന്നത്. എവിടെയാണ്? ഉയരം കൂടിയ സ്ഥലങ്ങളിലെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും പർവ്വതങ്ങളിലുള്ള അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന പായൽ വർഗ സസ്യങ്ങളുമാണ്. അവിടുത്തെ പ്രധാന മൃഗങ്ങളെന്ന് പറഞ്ഞാൽ കസ്തൂരിമാന, വരയാട്, ഹിമപ്പുലി അങ്ങനെയുള്ളവയാണ് പ്രധാന. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ വരയാട് കാണപ്പെടുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇതാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽ വനങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പർവ്വത വനങ്ങൾ. ഇത്രയാണ് സസ്യജാലം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രധാന മണ്ണിനങ്ങൾ. ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് മണ്ണിനങ്ങൾ? ഏതൊക്കെയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്? എക്കൽ മണ്ണ്, പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എക്കൽ മണ്ണ്. ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കറുത്ത മണ്ണ്. പിന്നെ ഒരു ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മരുഭൂമി മണ്ണ്. പിന്നെ ലാറ്ററൈറ്റ് മണ്ണ്, ലൈറ്റ് ഓറഞ്ച് ലാറ്ററൈറ്റ് മണ്ണ്. പർവ്വത മണ്ണ് ഉണ്ട്, ജമ്മു കാശ്മീരിന്റെ ആ ഭാഗത്തേക്ക് പർവ്വത മണ്ണ്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ചെമ്മണ്ണ്. കണ്ടോ? ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. ഇനി ഇത് എവിടേക്കാണ് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന എന്താണ്? എക്കൽ മണ്ണാണ് അല്ലെ. എക്കൽ മണ്ണിന്റെ പ്രത്യേകത ഓർത്തിരിക്കണം. ബലഭൂയിഷ്ടി ഏറ്റവും കൂടിയ മണ്ണാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുടെ നട്ടെല്ലെന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. നദികൾ വഹിച്ചുകൊണ്ട് വന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എക്കൽ മണ്ണിന്റെ പ്രത്യേകത ബലഭൂയിഷ്ടി ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അത് കാണപ്പെടുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നതാണ് കറുത്ത മണ്ണും അതുപോലെ തന്നെ ചെമ്മണ്ണും പിന്നെ ലാറ്ററൈറ്റ് മണ്ണ്. 3 തരത്തിലുള്ളതാണ് നമ്മൾ പറഞ്ഞതിന് മുമ്പേ. അപ്പൊ കറുത്ത മണ്ണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കറുത്ത മണ്ണെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ കരിമ്പ് അങ്ങനെയുള്ള വിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ചെമ്മണ്ണിന്റെ ചുമന്ന നിറത്തിന് കാരണം എന്താ നമ്മൾ പറഞ്ഞത്? ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് ചുമന്ന നിറത്തിൽ കാണപ്പെടുന്നത്. പിന്നെ ലാറ്ററൈറ്റ് മണ്ണും എവിടെ കാണപ്പെടുന്നുണ്ട്? ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ
കാണപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ബലഭൂയിഷ്ടി കുറവാണ്, പക്ഷെ എന്ത് ചെയ്യാം, വളപ്രയോഗത്തിലൂടെയൊക്കെ കൃഷിക്ക് യോഗ്യമാക്കി മാറ്റുന്നുണ്ട്. പിന്നെ രാജസ്ഥാനിൽ കാണപ്പെടുന്നതാണ് എന്ത്, അവിടെ കൂടുതലായിട്ട് മരുഭൂമി ആയതുകൊണ്ട് മരുഭൂമി മണ്ണ് കാണപ്പെടുന്നു. പ്രത്യേകത എന്താണ്, ജലാംശം കുറവായിട്ടുള്ളതാണ് അല്ലേ, ജലാംശം കുറവായിട്ടുള്ള മണ്ണാണ് മരുഭൂമി മണ്ണെന്ന് പറയുന്നത്. പിന്നെ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന എന്തായിരിക്കും, പർവ്വത മണ്ണാണ്. അതിന് എന്തായിരിക്കും, ജൈവാംശം കൂടുതലാണ്. പർവ്വത മണ്ണിന് ജൈവാംശം ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ അത്രയാണ് പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. ആ ഒരു പടം ഒന്ന് ഓർത്ത് വെച്ചാൽ അത്യാവശ്യം എഴുതാൻ പറ്റും. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.